ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാടൻ രീതിയിൽ പണ്ടത്തെ അമ്മമ്മമാര് മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ അരി അരച്ച് ഉണ്ടാക്കുന്ന ഇലയട എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച പാലക്കാടൻ സേവ് ഇട്ട സമയത്തിന് കുറച്ച് മാവ് മാറ്റി വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ആ മാറ്റി വെച്ച മാവ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇലയട ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ആ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടോ, പ്രത്യേക സ്വാദാണ് ആ അരി അരച്ചുണ്ടാക്കുന്ന ഇലയടയ്ക്കും സേവയ്ക്കും ഒക്കെ. അപ്പം കണ്ടു നോക്കൂ വീഡിയോ. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ നാടൻ പണ്ടത്തെ ഓർമ്മയാണ്. പണ്ട് കല്ലിലാണ് അരച്ചെടുക്കുക. നമ്മളിപ്പോൾ ഗ്രൈൻഡറിൽ അരച്ചെടുക്കേണ്ട, ഗ്രൈൻഡർ ഇല്ലാത്തവർ മിക്സിയിലേക്ക് അരച്ചെടുക്കാം. എന്നാലും ആ അരി അരച്ചെടുക്കുന്ന ഒരു ടേസ്റ്റ് വരെ തന്നെയാണ്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇലയട. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരൂ. താഴെ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഫോട്ടോസൊക്കെ അയച്ചു തരൂ എനിക്ക്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് ഇലയിട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാഴയില ഒന്ന് വാട്ടിയെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ വാഴയില നമ്മൾ ഈ ഒരു അളവിലാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു വീതിയിലും ഈ ഒരു നീളത്തിലുമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് ഗ്യാസിൻ്റെ മേലെ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്ടി കിട്ടും. ഇങ്ങനെ കൈ കൊണ്ട് എടുക്കാൻ പേടിയുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ പക്കടിയില്ലേ, പക്കടി വെച്ചിട്ട് കീറാതെ ഒന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാട്ടി കിട്ടും. ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം എല്ലാം വാട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ അയ്യോ മറന്നു കേട്ടോ, അടുപ്പ് ഓഫ് ചെയ്യേണ്ടായിരുന്നു. കാരണം നമുക്ക് ഇനി സ്റ്റീമറിലേക്കുള്ള വെള്ളം വയ്ക്കാം. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി കുക്കറിൽ തന്നെ, ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് തന്നെ സ്റ്റീം ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റീമറിൻ്റെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് പരത്താനും ഉണ്ടാക്കാനും തുടങ്ങാം. അപ്പോൾ മാവ് അരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് തന്നെയാണ്. നമ്മൾ ഒരു ഹാഫാണ് വാട്ടിയെ വെച്ചത്. ബാക്കിയുള്ള പകുതി വെച്ചിട്ടാണ് ഞാൻ ഇലയിലേക്ക് പരത്താൻ പോകുന്നത്, ഇലയുടെ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ തേങ്ങയാണ്. ഇത് ഏകദേശം ഒരു അര മൂടിയുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ശർക്കര ചീവിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എളുപ്പപ്പണിക്ക് അമ്മമ്മയൊക്കെ ശർക്കര ചീവിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളപ്പാവ് കാച്ചിട്ടും ഒന്ന് കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് വെള്ളപ്പാവ് കാച്ചിയിട്ട് ജസ്റ്റ് ഒന്ന് തേങ്ങയൊന്ന് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. അതും നമുക്ക് ഇലയുടെ ഫില്ലിങ്ങിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പഴം ഉണ്ടെങ്കിൽ പഴം ആഡ് ചെയ്യാം, മാങ്ങ ആഡ് ചെയ്യാം, ചക്ക പീസസ് ഉണ്ടെങ്കിൽ ചക്ക അരിഞ്ഞിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് പല ഫ്ലേവേഴ്സിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇലയട, എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന അമ്മമ്മ ഉണ്ടാക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഇലയടയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ ആകെ ഒരു എളുപ്പപ്പണി എടുത്തിരിക്കുന്നത് ശർക്കര ചീവാതെ ശർക്കര പൊടിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ശർക്കര പൊടിയൊക്കെ ഇപ്പോൾ ഈസിലി കടകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ശർക്കര ഒന്ന് ചീവാം. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്യുന്ന പരിപാടിയാണ്, വലിയ വലിയ ഉണ്ട ശർക്കരയാണെങ്കിൽ ഒന്ന് ഇടികലിൻ്റെ ബാക്ക് വശം കൊണ്ടൊന്ന് ഇടിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് 2-3 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കും. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ ശർക്കരയുടെ പൊടി തേങ്ങയിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയുള്ളൂ, മധുരം ശർക്കരയൊക്കെ മതിയോ എന്നുള്ളത്. ഓക്കെ, ടേസ്റ്റ് ചെയ്യാനൊന്നുമില്ല. ഇത് ടേസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ തീർക്കും. എന്നാലും വെറുതെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മധുരത്തിൽ ഞാൻ നിർത്തുകയാണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇത് തൽക്കാലം മാറ്റി വെച്ചിട്ട് ഇലയെടുക്കാം. അപ്പോൾ ആദ്യത്തെ നിങ്ങൾക്ക് വൃത്തിയായി കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു ഇല എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ നമ്മൾ അരച്ച മാവ് പുഴുങ്ങലരി കൊണ്ടാണ് നമ്മൾ ഈ മാവ് അരച്ചത്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കൂ. ലിങ്ക് മേലെയുണ്ട്. അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ് അത്, എങ്ങനെയാണ് ആ മാവ് അരയ്ക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ആദ്യം പരത്തി വരാം. അയ്യോ, പരത്തുന്നതിന് മുമ്പ് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ വാഴയിലയിൽ ഒട്ടിപ്പിടിക്കും, അതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നെയ്യും വേണമെങ്കിൽ തടവാം. എനിക്ക് നെയ്യേക്കാട്ടിലും ഇഷ്ടം എപ്പോഴും വെളിച്ചെണ്ണയാണ്. ആ ഒരു നാടൻ ടേസ്റ്റും ആ ഒരു മണവും വാഴയിലയും വെളിച്ചെണ്ണയും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ വെണ്ണയോ ഒക്കെ തടവി കൊടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇതിനൊക്കെ ഇങ്ങനത്തെ ഡിഷസിനൊക്കെ എപ്പോഴും ടേസ്റ്റ് അതാണ്. നമുക്ക് ആദ്യത്തെ ബോൾ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പരതാം. ഓക്കെ, പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എടുക്കാം. ഓക്കെ, ഒരു കുഞ്ഞു ബൗളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം. എന്നിട്ട് വെള്ളം തൊട്ട് വേണം ഇങ്ങനെ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ തിന്നായിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം. അപ്പോൾ അതും വെള്ളം ഇങ്ങനെ തൊട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പരത്താൻ പറ്റും. പിന്നെ എന്താ വെള്ളം തൊട്ട് ഇങ്ങനെ ഇതിൻ്റെ ഈ ഇല കഴിഞ്ഞ് പോണ്ട 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം 4 സൈഡും പരത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഫില്ലിങ് നിറയ്ക്കുമ്പോൾ പുറത്ത് പോകും. എനിക്ക് ഇലയടയിൽ ഒരുപാട് ഈ അരി ഇടുന്നത് ഇഷ്ടമല്ല. ഫില്ലിങ്ങിനെക്കാട്ടിലും അരി ഇലയിൽ ഇടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. എനിക്ക് കുറച്ചുകൂടെ തേങ്ങയുടെ ടേസ്റ്റ് വരുന്നതാണ് ഇഷ്ടം. കണ്ടോ, നമ്മുടെ ആദ്യത്തെ നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ഒരു സൈഡ് വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 2 ഇലയുടെ കിട്ടുള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്ക് 2 ഇലയുടെ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ബാക്കി ഹസ്ബൻഡിന് വേണമെങ്കിൽ വന്നിട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതാ ഇല അടക്കിയാണ്, തന്നെ ഒട്ടിക്കോളും. കണ്ടോ, അപ്പം ഞാനതവിടെ സ്റ്റീമറിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലോട്ട് ആദ്യത്തെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ 2 ഇലയുടെ പരത്തി വെച്ചിട്ടുണ്ട്. അത് 2ഉം സ്റ്റീമറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. നന്നായി വെന്ത് വരും. അതിനുശേഷം ഞാൻ തുറന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒന്ന് ആവി കയറി നന്നായി വെന്ത് വരട്ടെ. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അടപ്പ് തുറന്നു, ഓഫ് ചെയ്തു, അടപ്പ് തുറന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എടുത്തിട്ട് നോക്കാം കേട്ടോ. ഞാൻ നോക്കിയാൽ ചിലപ്പോൾ കീറും. കണ്ടോ, നന്നായി വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് വച്ചിട്ട് സെർവ് ചെയ്യാം. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലോസപ്പിൽ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഇലയിട ഞാൻ തുറന്നു. കണ്ടോ, നമ്മുടെ ഫില്ലിങ്ങൊക്കെ നന്നായി എല്ലാം പുറത്തൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇലയിട. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഒത്തൻറ്റിക്കാണ്. നമ്മുടെ മാവ് അരച്ച് ഉണ്ടാക്കുന്ന പൊടിയല്ല, ശരിക്കും മാവ് അരച്ച് ട്രഡീഷണൽ രീതിയിൽ ചെയ്യുന്ന ഇലയുടെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ.
അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇപ്പോൾ വായിൽ തന്നെ എല്ലാവർക്കും വെള്ളം വരുന്നുണ്ടാവും. അപ്പോൾ വേഗം തന്നെ പോയി ഉണ്ടാക്കിക്കോളൂ. ഇല ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. ഇലയുടെ ഒരു ടേസ്റ്റും കൂടെ വരുന്നതാണ് ഇലയുടെക്ക് ഇത്രയും ടേസ്റ്റ്. പക്ഷേ നിങ്ങൾക്ക് ഇലയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫോയിലിൽ ചെയ്യാമെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ ഫോയിലിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.